കൂട്ടുകാരെ, ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പ്രൊഫൈൽ പിക്കിൽ നമ്മുടെ പാട്ടിടാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നവർക്ക് പാട്ടോടുകൂടി നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ക് സെലക്ട് ചെയ്യുക. അതിൽ അൺപോപ്പുലർ ഒപ്പീനിയൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും നമ്മുടെ പ്രൊഫൈൽ പിക്കിന് മുകളിലായിട്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ മ്യൂസിക്കിൻ്റെ ഇനം, ലൊക്കേഷൻ, മെസ്സേജ്, ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്താൽ എങ്ങനെ വേണമെങ്കിലും എഴുതിയിടാം. ഇനിയിപ്പോൾ ഒരു മെസ്സേജായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിടാം. സോങ് ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മൾ റീൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ സോങ്സ് സെലക്ട് ചെയ്യാനായിട്ടൊരു ഇത് വരില്ലേ, അതേപോലെ ഒരു ഇതിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ അതിൽ നമുക്ക് ഏത് സോങ്ങാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് കേട്ട് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാട്ട് കേൾക്കുമ്പോൾ അടിയിൽ നമ്മുടെ പ്ലേ പോസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ റൈറ്റ് സൈഡിലേക്ക് കിടക്കണല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് അതിൽ ആഡാവുന്നതാണ്, നമ്മുടെ പ്രൊഫൈലിൽ ആഡാവും. അപ്പോൾ ഞാൻ ഈ പാട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ കൊടുത്താൽ മതി. ഇതിൽ പാട്ട് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷനിൽ വന്നിട്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ്ഡ് ആവും. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പാട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.